നിങ്ങൾക്കുള്ള സമയം പരിമിതമാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ ജീവിതം അനുകരിക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ ജീവിക്കേണ്ടത് നിങ്ങളുടെ ആഗ്രഹം അനുസരിച്ച് മാത്രമാണ്. ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പഠിക്കേണ്ടതായി വരും. എന്നാൽ മനുഷ്യരെ തിരിച്ചറിയുക എന്നതാണ് ഏറ്റവും പ്രധാന പാഠം. അതിന് കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഒരു പൂവിൻ്റെ ഭംഗി ആസ്വദിക്കുന്നത് അത് പുഷ്പിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ആസ്വദിക്കാറില്ല. അതുപോലെയാണ് നമ്മുടെ ജീവിതവും. പണവും ആരോഗ്യവും സൗന്ദര്യവും ഉള്ളപ്പോൾ എല്ലാവരും തന്നെ ഉണ്ട്. നമ്മളൊന്ന് വീണുപോയാൽ, നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നമ്മൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. പ്രതിസന്ധികളെ മറികടക്കാൻ നമുക്ക് ചുറ്റിലും 1000 പേരുണ്ടെങ്കിലും സ്വന്തം മനസ്സിൻ്റെ ധൈര്യത്തിനേക്കാളും വേറൊന്നും പകരമാവില്ല. ജീവിതത്തിലെ കരുത്താണ് ദുഃഖാനുഭവങ്ങൾ. നമ്മുടെ ഏറ്റവും വലിയ ബലഹീനത ഉപേക്ഷിക്കുന്നതിലാണ്. വിജയിക്കുന്നതിനുള്ള ഏറ്റവും കൃത്യമായ മാർഗം എല്ലായ്പ്പോഴും ഒരു തവണ കൂടി ശ്രമിക്കുക എന്നതാണ്. ജീവിതത്തിൻ ഒരു കോണിൽ നമ്മെ ഒറ്റപ്പെടുത്താൻ ചിലരുണ്ടെങ്കിൽ മറുവശത്ത് നമ്മെ ചേർത്ത് നിർത്താനും തീർച്ചയായും ചിലരുണ്ടാവും. കാത്തിരിക്കണമെന്ന് മാത്രം. ജീവിതത്തിൽ ഒന്നിൻ്റെയും ഇരയായി മാറരുത്, എല്ലാത്തിൻ്റെയും വിജയിയായി മാറണം. നിന്റെ ഉള്ളിലെ പരാജയത്തിന് ഭക്ഷണം നൽകിയാൽ ജീവിതം മുഴുവൻ നീ പരാജയം നേരിടേണ്ടി വരും. നിയോഗം തിരിച്ചറിയാതെയുള്ള ജീവിതം ജലത്തിൽ ഒഴുകി നടക്കുന്ന പൊങ്ങുതടിയെപ്പോലെയാണ്. നിങ്ങളുടെ ചിന്തകളെ കൈകാര്യം ചെയ്യാൻ അറിയുമ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തെയും നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. എല്ലാ നേരങ്ങളും എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ഓരോ മനുഷ്യൻ തന്നെ എല്ലാ നേരവും ഒരുപോലെ ഇരിക്കണം എന്ന് നിർബന്ധമില്ല. ഏതു നേരവും ജീവിതത്തിൽ നല്ല വശങ്ങൾ മാത്രം കാണുന്ന, എപ്പോഴും ചിരിക്കാൻ മാത്രം അറിയാവുന്ന, അതുപോലെ ആരെയും അക്ഷരം തെറ്റാതെ മനുഷ്യനെന്ന് വിളിക്കാൻ ആവില്ലല്ലോ. ജീവിതത്തിൽ ഉണ്ടാകുന്ന കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങളെയും പലപ്പോഴും കടന്നു പോകേണ്ടി വരുന്ന, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത സമയങ്ങളെയും ഓർക്കാൻ ഡിപ്രഷൻ എന്നൊക്കെ വിളിച്ചപമാനിക്കുന്നത് എത്ര മോശപ്പെട്ട കാര്യമാണ്. കരയുന്നതും വേദനിക്കുന്നതും ചേർത്തു പിടിക്കേണ്ട മനുഷ്യർ ഒത്തിരി ദൂരത്താവുമ്പോൾ കാത്തിരിക്കുന്നതോ ഒരിത്തിരി നേരം ഒറ്റയ്ക്കിരിക്കുന്നതോ ഒക്കെ ഒരു തെറ്റായി കാണാനാവില്ലല്ലോ. ഉള്ളിലൊരു കടലോളം സ്നേഹമുണ്ടെങ്കിലും തുറന്നു പറയാൻ മടി കാണിക്കുന്ന മനുഷ്യരെ കണ്ടിട്ടുണ്ട്. പ്രകടിപ്പിക്കാൻ കൊതിക്കുമ്പോഴും നിസ്സാരമായ കാര്യങ്ങളുടെ പേരിൽ അത് മറച്ചുവെക്കാൻ ശ്രമിക്കുന്നവരും അക്കൂട്ടത്തിലുണ്ട്. തുറന്നു പറയാൻ മടി കാണിക്കുന്നത് കൊണ്ട് മാത്രം നഷ്ടങ്ങളായി പോകുന്ന എത്രയെത്ര പ്രണയങ്ങളാണ് നമുക്ക് ചുറ്റുമുള്ളത്. ഒരു പക്ഷേ നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ നിങ്ങൾ ഇനിയും കണ്ടുമുട്ടിയിട്ടുണ്ടാവില്ല. നിങ്ങളുടെ സന്തോഷങ്ങൾ എന്തെന്ന്, നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങളിനിയും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ കടന്നു പോകുന്ന വേദന ഒന്നുമല്ലാതാക്കുന്ന ഒരു ദിവസം സ്വപ്നം കണ്ട പോലെ ഒരു ജീവിതവും നിങ്ങളെ കാത്തിരിപ്പുണ്ട്. നിങ്ങളെ ഭയപ്പെടുത്തുന്നതും ദുഃഖിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ പൂർണ്ണമായും അവഗണിക്കുക. നിങ്ങളെ രോഗത്തിലേക്കും മരണത്തിലേക്കും തിരിച്ചുവിടുന്നത് ഇവയാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.